ഇടപഴകിയ ആളുകളെല്ലാം വളരെ നല്ല മനുഷ്യൻ, വളരെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് എല്ലാവരും പറയുന്ന ഡോക്ടർ ഹാരിസിനെ പറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം എത്രത്തോളം ശരിയായി എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ്. തന്റെ കർമ്മമണ്ഡലത്തിൽ അതിപ്രഗത്ഭനായ ഒരു ഡോക്ടർക്ക് പല സാഹചര്യത്തിലും പല പാവപ്പെട്ട ആളുകളുടെ മുന്നിലും കൂപ്പ് കൈയോടെ നിൽക്കേണ്ട ഒരു ദുരവസ്ഥ വരുന്നത് തീർത്തും വളരെ ദയനീയപരമായ ഒരു അവസ്ഥയാണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും കൈകളെ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയില്ല, മനസ്സുകൊണ്ട്, മനസ്സിന്റെ ശക്തി കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയില്ല. പല കാര്യങ്ങൾക്കും വേണ്ടി അതിനുള്ള ടൂൾസ് വേണം, മെഡിസിൻ വേണം, മറ്റ് പല എക്യുപ്മെന്റ്സും വേണം. ഇത് കിട്ടാതെ അദ്ദേഹം പഠിച്ച അദ്ദേഹത്തിന്റെ അറിവും കഴിവും ആ പാവപ്പെട്ട രോഗികൾക്കും ഒരു സഹായമില്ലാതെ വെറും വേസ്റ്റ് ആയി പോകുന്നല്ലോ ഞാൻ എന്നുള്ള അകത്തു നിന്നുള്ള ഒരു സങ്കടമാണ് അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിൽ ഉണ്ടായത്. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു സങ്കടമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യ മേഖല ഒരു പരിധിവരെ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രത്യേകിച്ചും ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിക്കുന്ന ആളുകൾ അത്തരത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അതൊരു തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ലോകം അവർക്കറിയില്ല. ലോകം കറങ്ങുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും അറിയാം നമ്മുടെ ആരോഗ്യ മേഖല എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം മോശമാണ് എന്നുള്ളതെല്ലാം. അതൊന്നും ഇവിടെ ഒരു തർക്ക വിഷയമല്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള പല കാര്യങ്ങളുണ്ട്. മെഡിക്കൽ കോളേജിൽ വന്ന് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സാധനങ്ങൾക്ക്, പ്രത്യേകിച്ചും സ്കാനിങ്, എക്സ്റേ, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പുറത്തേക്ക് പ്രൈവറ്റിലേക്ക് എഴുതി കൊടുക്കുന്നതും അതേപോലെ മെഡിസിൻസിന് എഴുതി കൊടുക്കുന്നതും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആരോഗ്യ മേഖല പരിപൂർണമായിട്ട് ഒരു മഹാസംഭവമാണ് എന്ന് നമുക്കാർക്കും അംഗീകരിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും പല മഹാന്മാരുടെയും ബിനാമിയായിട്ടും ഷെയറായിട്ടും പ്രവർത്തിക്കുന്ന ബഹുനില VIP ഹോസ്പിറ്റലുകൾ, നക്ഷത്ര ഹോസ്പിറ്റലുകൾ ഇവിടെയുള്ള കാലം നമ്മുടെ ഗവൺമെന്റ് സർവീസ് ഇത്തിരി മോശമാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം പ്രത്യേകിച്ചും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും നക്ഷത്ര ഹോസ്പിറ്റലുകളുടെയും വിജയം അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ലോബികൾക്കും അത് നിലനിന്ന് പോകണമെങ്കിൽ ഗവൺമെന്റ് സർവീസിലെ മെഡിക്കൽ ഫീൽഡ് ഈ നിലവിലെല്ലാം നടന്നുകൊണ്ട് പോവുക തന്നെ വേണം. അതുകൊണ്ട് അതിനൊന്നും ഒരു വലിയ അത്ഭുതമെന്ന് തോന്നുവാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുവാനുള്ള പ്രത്യേക അവകാശമുണ്ട്. കാരണം കേരള ഗവൺമെന്റ് ജീവനക്കാർക്ക് മുഴുവൻ അതിമാരകമായ ശമ്പളമാണ് ഈ പൊതുജനങ്ങൾ തരുന്നത്. ആ ശമ്പളത്തിന് അനുപാതമായ രൂപത്തിൽ വളരെ വലിയ പെൻഷനാണ് നിങ്ങൾ വാങ്ങുന്നത്. നിങ്ങളുടെ മരണശേഷം അത് നിലക്കുന്നില്ല. നിങ്ങളുടെ അവകാശികൾ വീണ്ടും അത് വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് വളരെ വലിയ ഒരു ശമ്പളം തന്നുകൊണ്ട് പൊതുജനങ്ങളുടെ കാര്യവീര്യങ്ങൾ ചെയ്തു തരുവാൻ വേണ്ടി നിങ്ങളെ അവിടെ ശമ്പളത്തിന് നിർത്തിയതാണ്. അത് പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് ഏത് ഗവൺമെന്റ് ആയാലും ശരി, ഏത് ഗവൺമെന്റ് ജോലിക്കാരനായാലും ശരി, പൊതുജനങ്ങളുടെ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് ചെയ്തു കൊടുക്കണം. അതാണ് അതിന്റെ ഒരു അന്തസ്. വളരെ സത്യസന്ധനായ, വളരെ ആത്മാർത്ഥതയുള്ള ഒരു ഡോക്ടർ പല സത്യങ്ങളും പുറത്തേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പൊതുജനങ്ങൾ അദ്ദേഹത്തെ മാറോട് ചേർത്ത് വാനോളം ഉയർത്തുക തന്നെ ചെയ്യും. പൊതുജനങ്ങളുടെ വിയർപ്പ് ശമ്പളമായിട്ട് വാങ്ങുന്ന ഓരോ വ്യക്തിയും ആ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സർവീസ് വളരെ മാന്യമായിട്ട് ചെയ്തു കൊടുക്കണം. പൊതുജനങ്ങളുടെ ശമ്പളം കൈപ്പറ്റുന്ന ഓരോ വ്യക്തിയും നിങ്ങൾ പൊതുജനങ്ങളുടെ കൂലി വേലക്കാരനാണെന്ന് മനസ്സിലാക്കുക. പൊതുജനങ്ങൾ ശമ്പളം തന്ന് നിങ്ങളെ നിർത്തിയത് പൊതുജനങ്ങൾക്ക് സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ബോധം ഓരോ സർവീസിലിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. നിങ്ങളുടെ താഴെയല്ല പൊതുജനം, എപ്പോഴും നിങ്ങളുടെ മുകളിലാണ്. കാരണം പൊതുജനമാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ജീവിക്കുവാനുള്ള ശമ്പളം തരുന്നവർ.